ഈ ഫ്ലാസ്കിൽ ചൂടുവെള്ളം ഒഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം വെച്ചേക്കുന്നത്. അമ്മയ്ക്ക് കുടിക്കാനുള്ള വെള്ളമാണ്, ചൂടുവെള്ളം. ഇനി നമുക്ക് എല്ലാ പ്രാവശ്യവും എല്ലാവരും വിചാരിക്കും ഞാനിവിടെ ചട്ടി ഇങ്ങനെ നിരത്തി വയ്ക്കും 3 എണ്ണം. അപ്പോൾ അതെന്തിനായിരിക്കും എല്ലാം അടുപ്പിൻ്റെ അവിടെ ചട്ടി വെച്ചേക്കുന്നതെന്ന് ആരും വിചാരിക്കണ്ട. നമ്മുടെ മീൻചട്ടി എപ്പോഴും നമ്മൾ ഓരോ സ്ഥലത്ത് കമത്തി വെച്ചാൽ പൂപ്പൽ പിടിക്കും. ഇത് എന്നും ആവശ്യമുള്ളതായതുകൊണ്ട് ഞാൻ ഈ അടുപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ കമത്തി വെക്കും. കണ്ടോ, നല്ല വൃത്തിയിലിരിക്കുന്നുണ്ടോ, ഉണങ്ങി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് ഇങ്ങനെ എടുക്കാം. മറ്റേത് എന്തോ ഒരു ഇങ്ങനെ പൂപ്പൽ പിടിച്ച പോലെ ഇതിലുണ്ടാവും. ഞാനതുകൊണ്ടാണ് അടുപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ കമത്തി വെക്കുന്നത്. കണ്ടോ, ഉണങ്ങിയിരിക്കുന്നുണ്ടോ, നല്ല ഫസ്റ്റായിട്ട് ഉണങ്ങി. ഇനി നമ്മളിതിലേക്ക് മീനിട്ട് തേച്ച് കഴുകി എടുത്ത് കറി കഴിയുമ്പോൾ വീണ്ടും അവിടെ തന്നെ കമത്തി വെക്കും. അങ്ങനെയാണ് എൻ്റെ പണി. ഞങ്ങൾ ഈ വിറകടുപ്പ്, വീട്ടിലൊക്കെ വിറകടുപ്പാണ്, ഗ്യാസും ഉണ്ട്. പക്ഷേ വിറകടുപ്പാണ് കൂടുതലും മീൻകറി വയ്ക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് വിറകടുപ്പാണ്. അതുകൊണ്ട് നമ്മൾ മീൻകറിയൊക്കെ ആയി കഴിഞ്ഞാൽ വേഗം തന്നെ അടുപ്പിൻ്റെ അങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി അവിടെ കമത്തി വെച്ചാലും, ഒരു മൂലക്കേട്ട് കമത്തി വെച്ചാൽ ചട്ടി അങ്ങ് ചൂടായാൽ പിന്നെ പൂപ്പൽ പിടിക്കില്ല, നല്ലോണം ചൂടായാൽ. അപ്പോൾ കനലുണ്ടാവും അടുപ്പിൽ. അപ്പം നമ്മളത് കമത്തി വയ്ക്കും. നല്ലോണം ചൂടായിരിക്കും. നമ്മളെടുത്ത് ഒരു അടുപ്പിൻ്റെ ഒരു മൂലയിലേക്ക് കമത്തി വയ്ക്കും. പിറ്റേന്ന് എടുത്താലും അതിൻ്റെ പിറ്റേന്ന് എടുത്താലും ഒന്നും ഉണ്ടാവില്ല, നല്ല വൃത്തിയായി ഉണങ്ങി തന്നെ ഇരിക്കും. പക്ഷേ ഗ്യാസ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അടുപ്പിൻ്റെ അവിടെ ഇങ്ങനെ കമത്തി വയ്ക്കുന്നത്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ പോലെ ഇതെന്താ ഈ അടുപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ ചട്ടി കമത്തി വെച്ചേക്കുന്നതെന്ന് എല്ലാവർക്കും തോന്നാറുണ്ടാവും. പക്ഷേ അതാണ് കാരണം. ഈ ഒരു കാരണത്തിലാണ് കമത്തി വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് മീൻ കഴുകിയെടുക്കാം. മീനുണ്ട്, ഇതാണ് മീൻ. ഇത് നമുക്ക് പീര വറ്റിക്കാനുള്ളതാണ്. എന്താ, ഇത് നന്നാക്കി എടുക്കണമെങ്കിൽ കുറേ സമയമാവും. ഞാനിങ്ങനെ ഞെക്കിക്കളയാം ചെയ്യാം. ഞെക്കിയ ഇപ്പം നമ്മുടെ മീൻ പീര റെഡി ആകുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ അടുപ്പത്തെല്ലാം ഇളക്കി വെച്ചതാണ്, ഒന്നും കൂടി ആകാനുണ്ട്. അപ്പം നമ്മുടെ മീൻ പീര റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് തീരെ പൊടി മീനാണ്, മീനൊന്നും കാണുന്നതിനില്ല. നോക്ക്, ഇതാണ് മീൻ, നോക്ക്. ഇതൊക്കെ കഴുകിയെടുക്കുന്ന കാര്യം എന്ത് പാടാന്നറിയാം. ഇത്ര സമയം കൊണ്ട് അതിൻ്റെ തലയും വാലും നുള്ളിയെടുക്കാമെന്നറിയാം. മണിക്കൂറുകൾ ഇരുന്നിട്ടാണ് ഇത്രയും മീൻ നുള്ളിയെടുക്കുന്നത്. എത്ര സമയം നമ്മൾ പോയി ഇങ്ങനത്തെ മീൻ. ഇതൊരു കഷ്ടമാണ്, ഇത് ഭയങ്കരം. എന്തായാലും ഇത് നന്നാക്കണമല്ലോ, ഇതിൻ്റെ തലയും വാലും എല്ലാം കളയണ്ടേ. നമ്മുടെ ഒരുപാട് ചെറിയ മീനുകളിലാണല്ലോ വിറ്റാമിൻ കൂടുതലുള്ളത്. അതുകൊണ്ടാണ് ഈ കുഞ്ഞു മീൻ മേടിക്കുന്നത്. എന്തായാലും നല്ല മീനാണ്, കുഴപ്പമൊന്നുമില്ല, സൂപ്പർ. നമ്മളെ കറി തോരൻ റെഡി ആയിട്ടുണ്ട്. മീൻ തോരൻ, മീൻ പീര എന്നൊക്കെ പറയും.
അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്ക് ചക്കക്കുരു ഇത് ചക്കക്കുരു മെഴുക്കുവരട്ടിയാണ്. ഇത് പരിപ്പും വാഴക്കായും കൂടി തോരൻ വെക്കാം. ഇത് നല്ലോണം വെന്തിട്ട് നമുക്ക് ഊറ്റിക്കളയാം. ഭയങ്കര കൊഴുപ്പാണ്. ഇപ്പോൾ തോരൻ വെച്ചാൽ നല്ലപോലെ കിട്ടൂല. അതുകൊണ്ട് ഞാനിതൊന്ന് വേവിച്ചിട്ട് ഊറ്റിക്കളയാം. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചു. പരിപ്പും വാഴക്കായും കൂടെ തോരൻ. ഇത് ചക്കക്കുരു മെഴുക്ക് പുരട്ടി. പാവയ്ക്ക മെഴുക്ക് പുരട്ടി. സാമ്പാർ. ഇതൊക്കെയാണ് ഇന്നത്തെ മീൻ വറ്റിച്ചത്. ഓട്സ് കഞ്ഞിയാണ് കേട്ടോ. കൊഴുപ്പ് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ലൂസാക്കി എടുക്കുന്നത്. അങ്ങനെ